ഹലോ നമസ്കാരം, ഗോപകുമാറാണ്. ആമസോണിലേക്ക് നിങ്ങൾ നല്ല ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പുതിയ പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ട് മെത്തേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. ഈ രണ്ട് മെത്തേഡുകളും വളരെ എഫക്റ്റീവാണ്. ഒന്ന് ഇന്ത്യൻ വെബ്സൈറ്റ് വഴിയുള്ള മെത്തേഡ്, ഒന്ന് നമ്മൾ പുറത്തുള്ള വെബ്സൈറ്റ് വഴിയുള്ള മെത്തേഡ്. ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പം ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ആമസോൺ UK പോവാം. ആമസോൺ UK നിങ്ങൾക്കറിയാം, ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ UK ആൻഡ് പുറം രാജ്യങ്ങളിലുള്ള ട്രെൻഡാണ് ഒരു പരിധി വരെ പെട്ടെന്ന് ഒരു 3 മാസം 4 മാസം കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. Amazon.com. മൂന്നാമത്തത് ആമസോൺ UAE. ഈ 3 വെബ്സൈറ്റുകളിലുള്ള നിങ്ങൾ സെർച്ച് ചെയ്യാം, വെബ്സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അവിടെ ഹോട്ട് ന്യൂ റിലീസസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാവും. ഈ ഹോട്ട് ന്യൂ റിലീസസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ നിങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ടും നല്ല പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ പ്രൊഡക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ടൈറ്റിൽ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇന്ത്യൻ പേജിലേക്ക് പോവാം. ഇന്ത്യൻ പേജിലേക്ക് പോയിട്ട് നിങ്ങളത് ആരൊക്കെയാണ് സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് റേറ്റ് കിട്ടി, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കാണാൻ വർത്തുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇന്ത്യ മാർട്ടിൽ പോവുക. ഇന്ത്യ മാർട്ടിൽ പോയിട്ട് അതിൻ്റെ ഹോൾസെയിൽ സപ്ലൈസ് ആരൊക്കെയാണെന്നത് കണ്ടുപിടിക്കുക. അതിൻ്റെ COGS, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ സാധനം നിങ്ങളുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കുന്ന ചിലവ്, പാക്ക് ചെയ്യുന്ന ചിലവ്, ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് ആമസോൺ ഫീസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വർത്താണോ നോക്കുക. നമുക്ക് അങ്ങനെ പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. റെക്കോർഡ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആമസോൺ UK ബെസ്റ്റ് സെല്ലേഴ്സ് അടിക്കുന്നു. ആമസോണിൻ്റെ UK ബെസ്റ്റ് സെല്ലേഴ്സ് വരുന്നു. ഇവിടെ നമ്മൾ ഏത് കാറ്റഗറിയാണ് എടുക്കുന്നത്, ഇപ്പം നമ്മളിപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോം ആൻഡ് കിച്ചൺ എന്നുള്ള കാറ്റഗറിയാണെന്ന് വിചാരിച്ചോ. ഹോം ആൻഡ് കിച്ചണിൽ ഇവരൊക്കെയാണ് ടോപ്പ് കാറ്റഗറീസ് ഉള്ളത്, കണ്ടോ. അപ്പം ഇവിടെ അവിടെ ആ ഒരു കൺട്രിയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. എന്താണ്? എയർ ഫ്രയർ ലൈനേഴ്സ്, കണ്ടോ. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് വെക്കാം, അല്ലെങ്കിൽ ചൂടായിട്ടുള്ള സമൂസയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്, കണ്ടോ. ഇത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക, എയർ ഫ്രയർ ലൈനേഴ്സ് ഫോർ എയർ ഫ്രയർ പേഴ്ച്ച്മെൻറ്റ് പേപ്പർ ലൈനേഴ്സ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഇന്ത്യ മാർട്ട് പോകുന്നു. ഇന്ത്യ മാർട്ടിൽ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ ടൈപ്പുള്ള പ്രൊഡക്റ്റുകൾ ഇൻ kg റേറ്റിനൊക്കെ നമുക്കിവിടെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോൺ ഇന്ത്യ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ Amazon.in പോവാം. ഓക്കെ, Amazon.in പോയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന കാറ്റഗറി നമ്മൾ എടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ബെസ്റ്റ് സെല്ലർ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഓരോ സബ് കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആമസോണിൽ ചെയ്യുന്ന ഒരുപാട് കാറ്റഗറീസ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഈ കാറ്റഗറിയിൽ 1 മുതൽ 100 വരെയുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണിക്കുക ടോട്ടൽ. ഈ 100ൽ നമ്മൾ ഈ സബ് കാറ്റഗറിയിലേക്ക് പോയിട്ട് വീണ്ടും 1 മുതൽ 100 വരെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കാം. നിങ്ങൾക്ക് ഈ സബ് കാറ്റഗറിനകത്ത് വീണ്ടും സബ് കാറ്റഗറീസ് ഉണ്ടാവും. ഈ സബ് കാറ്റഗറിനകത്ത് 1 മുതൽ 100 വരെയുള്ള ആൾക്കാർ നോക്കാം. ഇതിനകത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും, നല്ല നല്ല ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിൽ സപ്ലൈസ് നോക്കുക, റേറ്റ് നോക്കുക, COGS നോക്കുക. അതിനുശേഷം നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഇതിൻ്റെ എങ്ങനെ സ്റ്റെപ്പ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് പോവാം. നമ്മളിവിടെ ആമസോൺ ബെസ്റ്റ് സെല്ലേഴ്സ് അടിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സ് ഉള്ളത്. ഇവിടെ നമുക്കിപ്പം ഗാർഡൻ ആൻഡ് ഔട്ട്ഡോർ എന്നാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ബെസ്റ്റ് സെല്ലേഴ്സ് കാണും. ഇതിനകത്ത് തന്നെ ബാക്ക് യാർഡ് ആൻഡ് ലൈഫ് സ്റ്റോക്സ് ബി കീപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും, കണ്ടോ. ഇതൊക്കെ ഒരു ആമസോണിൽ സെല്ല് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഹോൾസെയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യുന്ന
എന്താ പറയണ്ടേ, കൗ ആൻറ്റിക് ബാർ സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഫാർമർ കിങ് കണ്ടോ, ഇതിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് 50 people bought last month കണ്ടോ, ഇതിനൊക്കെ ഇടാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളായിരിക്കാം. ഇതൊക്കെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതിനകത്ത് വീണ്ടും സബ് കാറ്റഗറി നോക്കണമെങ്കിൽ പോൾട്രി കാറ്റഗറി കണ്ടോ, ഇങ്ങനെ നമ്മൾ സബ് കാറ്റഗറീസ് നോക്കുക. ഈ സബ് കാറ്റഗറിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല പ്രൊഡക്റ്റുകൾ കണ്ടെത്താൻ പറ്റും. ഈ രണ്ട് കണ്ടന്റും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെയാണ് ഇതിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കുക, ആ പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ആ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ആക്കുക. ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.